അയ്യോ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരും. കാരണം എൻ്റെ അച്ഛനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് എക്സാം എന്ന് ചോദിക്കാനായിട്ട് റെഡി ആയിട്ട്. ഞാനാണെങ്കിൽ ഇവരുടെ അടുത്ത് ലൈക്ക് പറയാൻ റെഡിയായി വരികയാണ്. ലൈക്ക് ഇത് മൊത്തം കയ്യിൽ നിന്ന് പോയിക്കുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് എന്താ ഇപ്പോൾ ഇവരുടെ അടുത്ത് പറയുക. ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ജസ്റ്റ് മിസ്സായതാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ. ഇനിയിപ്പോൾ റിപ്പീറ്റ് എടുത്താൽ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ആരോടെങ്കിലും പറയാണ് എന്താ ചെയ്യുന്നത്, റിപ്പീറ്ററാ, അതിന് ഈ കൊല്ലം കിട്ടുമോ, അതൊക്കെ കിട്ടുമോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ എൻട്രൻസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് എവിടെയെങ്കിലും ഒന്ന് ഇത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കോളേജസും ഞാൻ ഓപ്ഷൻസ് കൊടുത്ത് എവിടെയെങ്കിലും ഒന്ന് കിട്ടട്ടെ. എനിക്ക് പഠിക്കാൻ അത്രയും മടിയാവുന്നത് സംഭവം. പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഈ പ്രാവശ്യം എനിക്ക് എല്ലാ സ്ഥലത്തും കൊടുത്ത് എല്ലാ സ്ഥലത്തും നിന്ന് എനിക്ക് റിജക്ഷൻ കിട്ടി. നെക്സ്റ്റ് ടൈം നീറ്റ് എഴുതുമ്പോൾ ഞാൻ തീരുമാനിക്കണം ഞാൻ എവിടെ പഠിക്കണം എന്ന്. അതല്ലാതെ എനിക്ക് വരുന്നത് ചൂസ് ചെയ്യുന്ന ഒരു ഇതല്ല. ഞാൻ ലിറ്ററലി ചൂസ് ചെയ്യും എനിക്ക് ഇവിടെ പഠിക്കണം ആൻഡ് അതിനുള്ളൊരു റാങ്ക് മാർക്ക് എനിക്ക് ഉണ്ടാവണം എന്നുള്ളത്. നമ്മളിപ്പോൾ പഠിക്കുന്നില്ല നമുക്ക് കിട്ടില്ല, അത് വലിയ നമ്മൾ ബോധർ ചെയ്യില്ല. പക്ഷെ നമ്മൾ മാക്സിമം കൊടുക്കുകയും ചെയ്ത് നമുക്കിട്ട് അത് കിട്ടുന്നുമില്ല എന്ന് കാണുമ്പം അത് നമ്മൾ ബോധർ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ 100% കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി റിപ്പീറ്റിന് പോവല്ലോ. ഇത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം ഇതാണ് ഞാനും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൊത്തം സ്കോളർഷിപ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് റേസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഹലോ എവ്രി വൺ, ദിസ് ഇസ് രാധിക ദീജു, മെഡിക്കൽ സ്റ്റുഡൻറ്റ്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജ്. അപ്പോൾ നമുക്കറിയാം നീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുകയായിരിക്കും നിങ്ങൾ. ഈ നീറ്റ് കഴിഞ്ഞ പാട് ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു പോളാണ് കേട്ടോ. അതായത് എക്സാം എങ്ങനെയുണ്ട്, ഓപ്ഷൻ എയിൽ കൊടുത്തിട്ട് ഈസിയാണ്, ഓപ്ഷൻ ബിയിൽ ഞാൻ കൊടുത്തു കുഴപ്പമില്ല എന്നുള്ളൊരു അവസ്ഥ, ഓപ്ഷൻ സിയിൽ ഹാർഡ്, ഓപ്ഷൻ ഡിയിൽ ഞാൻ പറഞ്ഞത് എക്സാം ഈസിയാണ് പക്ഷേ മര്യാദയ്ക്ക് എഴുതാൻ പറ്റിയില്ല കാരണം കെയർലെസ് മിസ്റ്റേക്സ് വരുത്തി എന്നുള്ളത്. ഇതിൽ എല്ലാവരും അധിക പേരും ചൂസ് ചെയ്തൊരു ഓപ്ഷൻ പറഞ്ഞാൽ എക്സാം കുഴപ്പമില്ല എന്നുള്ളതാണ്. അതിനുശേഷം എല്ലാവരും ചൂസ് ചെയ്തത് ആക്ച്വലി എക്സാം ഈസി ആയിരുന്നു പക്ഷെ കുറേ കെയർലെസ് മിസ്റ്റേക്സ് വരുത്തി. ആക്ച്വലി അങ്ങനെ പറഞ്ഞ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. കാരണം ഇതേ സെയിം അവസ്ഥയിലായിരുന്നു ഞാൻ എൻ്റെ നീറ്റിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നത്. +1 +2 പഠിച്ചെങ്കിൽ കൂടിയും എൻ്റെ ചെറിയ കെയർലെസ് മിസ്റ്റേക്സ് കാരണം എനിക്ക് ഒരു 10-20 മാർക്കിന് കൈവിട്ട് പോയതാണ് നീറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ഫസ്റ്റ് നീറ്റ് അറ്റംപ്റ്റിൻ്റെ ടൈമിൽ എനിക്ക് ഓർമ്മയുണ്ട് ഒരു വെള്ളയും ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരുന്നു പോയത്. കാരണം ആ ടൈമിൽ ഈ ഡ്രസ്സിൻ്റെ പ്രോബ്ലംസ് ഒക്കെ കുറച്ച് കൂടുതലായിരുന്നു. ബട്ടൺ ഉണ്ടോ സിബ് ഉണ്ടോ ഒക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ കറക്റ്റ് ഒരു വെള്ളയും ഇട്ട് മുടിയൊക്കെ പിന്നിട്ടായിരുന്നു ഞാൻ എക്സാം എഴുതാൻ പോയത്. എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങളുടെ ഒരു കുടുംബക്കാരുടെ വീട്ടിലായിരുന്നു ആദ്യം തന്നെ എത്തിയത്. കാരണം റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ കുടുംബക്കാരുണ്ടായിരുന്നു, അവരുടെ വീട്ടിൽ പോയിരുന്നു. അപ്പം തന്നെ അവർ ചോദിക്കാൻ തുടങ്ങി ഫുള്ള് സെറ്റ് അല്ലേ, എന്തായാലും കിട്ടൂലേ, ഡോക്ടർ ആവൂലേ. ആക്ച്വലി ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്നെ കുറച്ചും കൂടി നെർവസ് ആക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് റിപ്പോർട്ട് ചെയ്യേണ്ട ടൈമായി. എക്സാം ഹാളിൽ കയറി കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടായിരുന്നു, കുറേ പേര് ഇങ്ങനെ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം എനിക്കൊരു ഗിൽട്ട് ഉണ്ട് ഉള്ളിൽ. അതായത് ഞാൻ ആ കോവിഡിൻ്റെ ബാച്ചാണ്. ഞാൻ ആ ടൈമിൽ ആ കോവിഡിൻ്റെ ടൈമിൽ എല്ലാം പെട്ടെന്ന് ഓൺലൈൻ ആയില്ലേ, എനിക്ക് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അതുവരെ ഓഫ്ലൈൻ പഠിച്ചൊരു സ്റ്റുഡൻ്റാണ്. ഞാൻ റേസിൻ്റെ ലൈബ്രറിയിൽ ഇരുന്നിട്ടായിരുന്നു പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു രീതിയിലും പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല, വീട്ടിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ മെല്ലെ ഉഴപ്പാൻ തുടങ്ങി. യൂട്യൂബ് ആയിരുന്നു എൻ്റെ ഒരു വില്ലെന്ന് പറയാം. ഓക്കെ, എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ആ ടൈമിൽ അക്കൗണ്ട് ഒന്നുമില്ല, ഞാൻ കോളേജിലൊക്കെ എത്തിയതിന് ശേഷമാണ് തുടങ്ങുന്നത്. പക്ഷേ യൂട്യൂബ് ആ ടൈമിൽ വല്ലാതെ ടൈം ഞാൻ അതിൽ സ്പെൻഡ് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഉഴപ്പി തുടങ്ങുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചൂടായിട്ടാണ് ലാസ്റ്റ് കയറിയിട്ട് പിന്നെയും കുറച്ചും കൂടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ട് മാർക്കൊക്കെ കൂട്ടി കൊണ്ടുവരുന്നത്. ബട്ട് എനിക്ക് ഹോപ്പ് ഉണ്ട്. കാരണം കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ചെറുതായിട്ട് ഉഴപ്പിയതല്ലേ, കുഴപ്പമില്ല എനിക്ക് കിട്ടുമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഞാൻ എക്സാം ഹാളിൽ കയറി. എനിക്ക് ബയോളജി വലിയ കുഴപ്പമില്ലാതെ പോയി, എനിക്ക് കെമിസ്ട്രിയും വലിയ കുഴപ്പമില്ല. ബട്ട് ഫിസിക്സ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ആക്ച്വലി അത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പേപ്പറാണ്. പക്ഷെ എനിക്ക് ടെൻഷൻ കയറിയിട്ടാണ് തോന്നുന്നത്. എനിക്ക് ആ ടൈമിൽ എന്താ പറയുക, ഫോർമുലാസ് പോലും ഓർമ്മ വരുന്നില്ല. ഇത് ഡിനോമിനേറ്ററിലായിരുന്നു, ഇത് ന്യൂമറേറ്ററിലായിരുന്നു. ലൈക്ക് എനിക്ക് സത്യം പറഞ്ഞാലുണ്ടല്ലോ തെറ്റ് ക്വസ്റ്റ്യൻസ് എനിക്ക് എടുത്ത് പറഞ്ഞുതരാൻ പറ്റും. കാരണം നമ്മുടെ NCERT ഡയറക്റ്റ് ചോദിച്ച ബയോളജി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ഹോമോലോഗസ് എവല്യൂഷൻ എന്നൊക്കെ എക്സാമ്പിൾസ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. എനിക്ക് അതുപോലെ അവിടുന്ന് തെറ്റിപ്പോയി. ആൻഡ് ഏറ്റവും വേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുന്നത് ശരിയാ, പ്രശ്നം തന്നെയാണ്. പക്ഷെ തെറ്റിന്നുള്ളത് നമ്മൾ ഉള്ളിൽ നിന്ന് അറിയും കൂടി ചെയ്താലുണ്ടല്ലോ അത് നമ്മൾ കൂടുതൽ ടെൻഷനാക്കും. അയ്യോ അത് മാർക്ക് ചെയ്താൽ മാറി എന്നുള്ളിൽ നിന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അത് കൂടുതൽ നമ്മളെ ടെൻഷനാക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ അനൗൺസ്മെൻറ്റ്, അരമണിക്കൂറേ ഇനി ബാക്കിയുള്ളൂ, 1 മണിക്കൂറേ ഇനി ബാക്കിയുള്ളൂ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നെഞ്ചിടിക്കാൻ തുടങ്ങി. ലിറ്ററലി എനിക്ക് ഫിസിക്സിൻ്റെ ഭാഗത്ത് ഇപ്പോൾ തീരുമാനമായി, ഇത് എയിംസ് ഇല്ല, ഇതിപ്പോൾ കാലിക്കറ്റ് ഇല്ല, ഇത് ട്രിവാൻഡ്രം ഇല്ല, ഇങ്ങനെ ഓരോ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരൂലേ.
അവസാനത്തിൽ എനിക്ക് എന്തെങ്കിലും കാണിച്ചിട്ടായാലും വേണ്ടില്ല, എനിക്കൊരു ഗവൺമെൻറ് സീറ്റ് ഏതെങ്കിലും ഒരു കോളേജിൽ കിട്ടണം എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് ചിലതൊക്കെ ഞാൻ റാൻഡമായി മാർക്ക് ചെയ്യാൻ തുടങ്ങി. ചിലത് ഫിസിക്സ് ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഫോമിലൊക്കെ കറക്റ്റാണ്, പക്ഷെ ഞാൻ ചെയ്ത് വരുമ്പോഴേക്ക് ആൻസർ തെറ്റാണ്, ആ തെറ്റിയ ആൻസറാണ് ഓപ്ഷനിലും ഉണ്ട്. ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റിപ്പോയി. ആൻഡ് പുറത്തിറങ്ങിയിട്ടുള്ള ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അയ്യോ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലൈക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരും. കാരണം എൻ്റെ അച്ഛനും അമ്മയും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് എക്സാം എന്ന് ചോദിക്കാനായിട്ട് റെഡി ആയിട്ട്. ഞാനാണെങ്കിൽ ഇവരുടെ അടുത്ത് ലൈക്ക് പറയാൻ റെഡിയായി വരികയാണ്, ലൈക്ക് ഇത് മൊത്തം കയ്യിൽ നിന്ന് പോയിക്കുന്നത്. ആൻഡ് ഐ വാസ് ലൈക്ക് എന്താ ഇപ്പോൾ ഇവരുടെ അടുത്ത് പറയുക, ഇതിപ്പോൾ ഹാർഡാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിചാരിക്കില്ല ഇവളെന്താ ഇപ്പോൾ കാര്യമായിട്ട് ഇപ്പോൾ +1 +2 പഠിച്ചത്, അവർക്ക് എൻ്റെ മേത്തുള്ളൊരു ഹോപ്പ് പോവില്ല. എൻ്റെ ആ ഒരു ഗിൽട്ട്, ഇങ്ങനെ കുറേ മിക്സ്ഡ് ഫീലിംഗ് ആയിട്ടായിരുന്നു ഞാൻ നടന്നു വന്നത്. മേ ബി നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ കഴിഞ്ഞ നീറ്റിൻ്റെ ആ ടൈമിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് അച്ഛനും അമ്മേനും കണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത് ഈസിയാണെന്നും പറയേണ്ട ടഫാന്ന് പറയേണ്ട, കുഴപ്പമില്ല അത് പറഞ്ഞാൽ പിന്നെ വലിയ പ്രശ്നമില്ലല്ലോ, പറഞ്ഞു കുഴപ്പമില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അവളോട് വെച്ച് നീ കണക്ക് കൂട്ടി, അപ്പോൾ അവൾ പറഞ്ഞ് കണക്ക് കൂട്ടിയും കൊണ്ടിരിക്കുകയാണ്, ആൻസർ കീ നിനക്ക് അയച്ചിരിക്കുന്നത്, നീ ഒന്ന് കൂട്ടിയൊക്കെ പോയി പറഞ്ഞ് എനിക്ക് കൂട്ടാൻ പോലും തോന്നുന്നില്ലല്ലോ, കാരണം എനിക്ക് അറിയുന്ന കുറേ കാര്യങ്ങൾ തെറ്റിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു, ഇനി ഞാൻ എന്തിനാണ് കണക്ക് കൂട്ടാൻ നിൽക്കുന്നത്. അത് പറയുന്നതിനിടയിൽ ഞാൻ കരയാനും തുടങ്ങിട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് എൻ്റെ അനിയത്തിയൊക്കെ വന്ന് ഇങ്ങനെ മാർക്കൊക്കെ ചെയ്ത് നമ്മൾ നോക്കി, എനിക്ക് മനസ്സിലായി ഇതൊരു 580 കൂടിപ്പോയ ഒരു 590 അല്ലെങ്കിൽ ഒരു 590 സംതിങ് ആ ഒരു റേഞ്ചിലാണ് നിൽക്കുന്നത്. അവൾക്ക് കണക്ക് കൂട്ടിയപ്പം 613 സംതിങ് വന്ന്, അപ്പോൾ അവൾക്ക് 600 കടന്നല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ലോട് നീ സേഫ് അല്ലേ. അപ്പോൾ എനിക്ക് കൂടുതൽ സങ്കടമാണ് ചെയ്തത്, ലൈക്ക് അവൾക്ക് കിട്ടുന്നതിൻ്റെ അല്ല എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ആ ജേർണിയിൽ ഒറ്റയ്ക്കാണല്ലോ എന്നുള്ളതും കൂടി ആലോചിച്ചിട്ട്, കാരണം അതുവരെ നമ്മൾ ഒരുമിച്ചായിരുന്നു പഠിച്ചു പോയത്. ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര സങ്കടമായിരുന്നു, കാരണം ജസ്റ്റ് മിസ്സായതാണല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ച് നടക്കുകയായിരുന്നു ഞാൻ. പ്രൈവറ്റ് പോകണോ എബ്രോഡ് പോകണോ, എനിക്ക് എന്തായാലും ഒരു ഓപ്ഷൻ ബി ഇല്ല, എനിക്ക് ഡോക്ടർ തന്നെ ആവണം എന്നുള്ളത് ഭയങ്കര ക്ലിയർ ആയിരുന്നു. ആൻഡ് ഓൾ ഓഫ് എ സഡൻ എനിക്കെല്ലാം കൂടി ഭയങ്കര ഹോപ്പ്ലെസ്നെസ് തോന്നിപ്പോയി, കാരണം ഇതിപ്പോൾ എവിടെയും എത്തുന്നില്ലല്ലോ, എന്താ ഇപ്പോൾ ചെയ്യുക, ഇനിയിപ്പോൾ റിപ്പീറ്റ് എടുത്താൽ കിട്ടുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ആരോടെങ്കിലും പറയാണ് എന്താ ചെയ്യുന്നത്, റിപ്പീറ്ററാ, അതിന് ഈ കൊല്ലം കിട്ടുമോ, അതൊക്കെ കിട്ടുമോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആ ഒരു ചോദ്യം ഉണ്ടല്ലോ. അത് ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ള ഒരാളാണ്, കാരണം എൻ്റെ ഫാമിലിയിൽ അങ്ങനെ എൻട്രൻസ് ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു പേടിയുണ്ട്, ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ തന്നെ കിട്ടുമോ എന്നുള്ളത്. ആ ടൈമിൽ എന്നെ ഡിസിഷൻ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് ആക്ച്വലി റേസാണ്. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു എക്സ്പീരിയൻസ്, അവർ കുറേ റിപ്പീറ്റേഴ്സിനെയും റിപ്പീറ്റേഴ്സിനെയും കാണുന്നുണ്ട്. അപ്പോൾ ലൈക്ക് അവർ പറഞ്ഞ് ഈ ഒരു സ്കോർ കിട്ടിയില്ല, ഇത് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട്. ആ ടൈമിൽ ഐഷ പറയുന്ന ചേച്ചി കേരള റാങ്ക് 1 അടിച്ചിട്ട് നിൽക്കുന്ന ടൈമാണ്. അപ്പം എന്നോട് പറഞ്ഞ് ആയിഷക്ക് ഈ ഒരു രീതിയിലുള്ള സ്കോറൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് അറ്റംപ്റ്റിൽ. സെക്കൻഡ് അറ്റംപ്റ്റിൽ കണ്ടില്ലേ അവൾ അത്ര അടിപൊളി റാങ്ക് വാങ്ങിയിട്ട് അവൾ എയിംസ് ഡൽഹിയിൽ പഠിക്കുന്നില്ലേ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ഗവൺമെൻറ് സീറ്റ് കിട്ടാനാണോ ബുദ്ധിമുട്ട് എന്നൊക്കെ ചോദിച്ച്. അതിനുശേഷം ഞാൻ എടുത്തൊരു ഡിസിഷനാണ് ഇന്ന് എന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരുത്തിക്കുന്നത്. ആ ഒരു എക്സാം ഹാളിൽ കയറുമ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ 100% കൊടുത്തു എന്നുള്ളൊരു ഫീലിങ്ങേ തോന്നിയില്ല. പക്ഷേ ഈ പ്രാവശ്യം അത് ഉണ്ടാവരുത്, ഞാൻ 100% കൊടുത്ത് പഠിക്കും. കിട്ടാതിരിക്കുക അത് നമ്മുടെ കയ്യിലല്ല, കുറേയൊക്കെ എന്താണ് ഒരു ലക്കിൻ്റെ ഫാക്ടറൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, അത് ഞാൻ 100% കൊടുക്കും, ഞാൻ ഉറപ്പില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു ഇയർ ആയിരുന്നു അത്. ആൻഡ് ആ ടൈമിലെ അലോട്ട്മെൻറ്റിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എനിക്ക് തോന്നുന്നു ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലാൻഡിലുള്ള ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, അതടക്കം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഐ വാസ് ലൈക്ക് എവിടെയെങ്കിലും ഒന്ന് ഇത് കിട്ടട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ എല്ലാ കോളേജസും ഞാൻ ഓപ്ഷൻസ് കൊടുത്ത്, എവിടെയെങ്കിലും ഒന്ന് കിട്ടട്ടെ, എനിക്ക് പഠിക്കാൻ അത്രയും മടിയാവുന്നത്. സംഭവം റിപ്പീറ്റ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയിലൂടെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടന്നു പോകുന്നത്. അപ്പം പകുതി മനസ്സ് അവിടെ പകുതി മനസ്സ് ഇവിടെ എന്നുള്ള രീതിയിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് അലോട്ട്മെൻറ്റിലും കിട്ടാൻ പോകുന്നില്ല, ഇനിയിപ്പോൾ ഞാൻ പഠിച്ചേ മതിയാവും എന്നുള്ളത്. ആൻഡ് പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് ഈ പ്രാവശ്യം എനിക്ക് എല്ലാ സ്ഥലത്തും കൊടുത്ത് എല്ലാ സ്ഥലത്തും നിന്ന് എനിക്ക് റിജക്ഷൻ കിട്ടി. നെക്സ്റ്റ് ടൈം നീറ്റ് എഴുതുമ്പം ഞാൻ തീരുമാനിക്കണം ഞാൻ എവിടെ പഠിക്കണം എന്ന്. അതല്ലാതെ എനിക്ക് വരുന്നത് ചൂസ് ചെയ്യുന്ന ഒരു ഇതല്ല, ഞാൻ ലിറ്ററലി ചൂസ് ചെയ്യും എനിക്ക് ഇവിടെ പഠിക്കണം ആൻഡ് അതിനുള്ളൊരു റാങ്ക് മാർക്ക് എനിക്ക് ഉണ്ടാവണം എന്നുള്ളത്. അങ്ങനെയായിരുന്നു എൻ്റെ റിപ്പീറ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കും ഇതേ സെയിം സിറ്റുവേഷനാണ്, അതായത് നിങ്ങൾക്ക് എന്തായാലും ഡോക്ടർ ആവണം, പക്ഷെ നിങ്ങളുടെ മാർക്കൊക്കെ കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സംഭവം ജസ്റ്റ് മിസ്സായിട്ടുണ്ട്, ഒരു അറ്റംപ്റ്റും കൂടി വേണ്ടി വരും. ബട്ട് ഇൻ യുവർ മൈൻഡ് സംവേ യു ഹാവ് ദ ഗിൽറ്റ്. അതായത് ഞാൻ ഉണ്ടല്ലോ ഇങ്ങനെ
ഇത് മിസ്സായെന്ന് പറഞ്ഞപ്പം എനിക്ക് കിട്ടൂല എന്നുള്ള സങ്കടത്തിനെക്കാട്ടും കൂടുതൽ എനിക്കുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ എൻ്റെ അച്ഛനും അമ്മയും ഇതിന് വേണ്ടിയിട്ട് എത്ര ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, അവരെത്ര പൈസ മുടക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇപ്പോൾ +1 +2 കോച്ചിങ് എടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം കുറേ പേര് കുടുംബത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് എന്തിനാ ഈ കുട്ടി ഇത്ര നേരത്തെ കോച്ചിങ് തുടങ്ങുന്നത്, എത്ര പൈസ ഇതിന് വേണ്ടി മുടക്കുന്നത്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പം ലൈക്ക് അവർ പറഞ്ഞതൊക്കെ കറക്റ്റായില്ലേ. എൻ്റെ അച്ഛനമ്മക്ക് എത്ര സങ്കടമായിട്ടുണ്ടാവും, ഇനിയും ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതൊരു ഫിനാൻഷ്യൽ ബേർഡൻ ആവില്ലേ എന്ന് ഞാൻ ആലോചിച്ചിരുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ടൈമിൽ ഞാനിങ്ങനെ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ റിപ്പീറ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വീണ്ടും ഒരു കൊല്ലം പോകില്ലേ. ഞാനപ്പോൾ റേസിൽ SK സാറിനെ ഫോം വിളിച്ചു. ഞാൻ SK സാറിനെ ഫോം വിളിച്ചിട്ട് പറഞ്ഞു സർ ഞാനുണ്ടല്ലോ എബ്രോഡ് ഒരു ഏജൻസീനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോവാണ്. അതേപോലെ തന്നെ ഇപ്പം അലോട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റിൽ എനിക്ക് മേ ബി ഒരു സെമി ഗവൺമെൻറ് കോളേജ് കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അപ്പം ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷനേക്ക് ഞാൻ ചൂസ് ചെയ്യുക. കാരണം എനിക്ക് സാർ അത്രയും പഠിച്ച് മടുത്തിട്ടുണ്ട്, ഞാൻ അത്രയും ശ്രമിച്ചു പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതായിരുന്നു ഏറ്റവും വലിയൊരു സങ്കടം. നമ്മളിപ്പോൾ പഠിക്കുന്നില്ല, നമുക്ക് കിട്ടില്ല, അത് വലിയ നമ്മൾ ബോധറിയില്ല. പക്ഷേ നമ്മൾ മാക്സിമം കൊടുക്കുകയും ചെയ്ത് നമുക്കിട്ടത് കിട്ടുന്നുമില്ല എന്ന് കാണുമ്പം അത് നമ്മൾ ബോധർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ സാർ എന്നോട് ചോദിച്ചാൽ നിനക്ക് എത്ര സ്കോർ? അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് 589 സ്കോർ. നീ ഒരു കാര്യം ചെയ്യും, റേസിൽ വന്ന് അഡ്മിഷൻ എടുക്ക്, നമുക്ക് റിപ്പീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ ഒരു ഇമ്പൾസിൻ്റെ മേത്ത് സാറിൻ്റെ വാക്കും വിശ്വസിച്ചിട്ട് ഞാൻ വന്ന് ഇവിടെ അഡ്മിഷൻ എടുത്തു. ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഫോക്കസ്ഡ് ആയിട്ട് തന്നെ റിപ്പീറ്റ് ചെയ്തു, ഫ്രീ ആയിട്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. ആൻഡ് ഐ ഗോട്ട് ഓൾ ഇന്ത്യ റാങ്ക് 905 ആൻഡ് കേരള റാങ്ക് 71. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി എയിംസ് ഭോപ്പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എടുത്ത ഡിസിഷനാണ് എനിക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ പഠിക്കണം എന്നുള്ളത്. അപ്പം ഈ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ ശരിയാവോ തെറ്റാവോ എന്നൊക്കെ ആലോചിച്ചെടുത്ത ഡിസിഷനാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതെൻ്റെ ഗോളിൽ എന്നെ എത്തിക്കുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയാണ് ഫിനാൻഷ്യൽ ബേർഡന് കാര്യങ്ങൾ ഇല്ലാതെ പഠിക്കണം, ഇപ്പോൾ ജസ്റ്റ് മിസ്സായതാണ്, നിങ്ങൾക്ക് അഥവാ ഇനിയിപ്പം നിങ്ങൾ 100% കൊടുത്തില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി റിപ്പീറ്റിന് പോവല്ലോ. ഇത് ഫിനാൻഷ്യലി നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. കാരണം ഇതാണ് ഞാനും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മൊത്തം സ്കോളർഷിപ്പിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് റേസ് ഇപ്പോൾ വന്നിട്ടുള്ളത്. മെയ് 10-ാം തീയതി റിപ്പീറ്റേഴ്സിനായിട്ട് ഒരു എക്സാം നടക്കുന്നുണ്ട്, ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റ്. അപ്പം ഇതിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിപ്പീറ്റിയർ സുഖമായിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിക്കണം, ആ ഫിനാൻഷ്യൽ ബേർഡൻ ഇല്ലയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ റിപ്പീറ്റിയർ കുറച്ചും കൂടി സ്മൂത്ത് ആവുകയാണ് ചെയ്യുക. നേരെ മറിച്ച് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈം നമ്മൾ ഈ റിപ്പീറ്റ് ചെയ്യുമ്പോഴോ നമുക്ക് ആ ഒരു ഗിൽറ്റ് വരും. അയ്യോ പൈസ വേസ്റ്റ് ആവുമോ, ഇനിയും എന്നെ പഠിപ്പിക്കുന്നത് വേസ്റ്റ് ആവുമോ, ഇവർ അച്ഛനും അമ്മയും ബുദ്ധിമുട്ടി പൈസ ഇല്ലാഞ്ഞിട്ട് എടുത്ത് തരുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ഗിൽറ്റും ഇല്ലാതെ നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. മിസ്സാക്കരുത്. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ ഓൾ ദ വെരി ബെസ്റ്റ്.